ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നുള്ളത് അർത്ഥവത്തായ ഒരു ചൊല്ലാണ്. സമാനമായി ആധുനിക മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പീറ്റർ ഡ്രക്കറിൻ്റെ ഒരു വാചകമുണ്ട്: ഇഫ് യു കാൺ മെഷർ ഇറ്റ് യു കാൺ മാനേജ് ഇറ്റ്. ചുരുക്കത്തിൽ എല്ലാറ്റിനും ഒരു കണക്ക് വേണമെന്നർത്ഥം. നമുക്കിവിടെയും പ്രമേഹം റിവേഴ്സ് ചെയ്യണമെങ്കിൽ അല്പസ്വല്പം കണക്കുകൾ ആവശ്യമാണ്. കണക്കുകളെന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കുന്നതിലേക്ക് ആവശ്യമായ കണക്കുകളെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രമേഹത്തിന് റിവേഴ്സ് ഗിയറിലിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന രീതിയിൽ ആഹാരം തുടരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കണക്ക് വെച്ച് കഴിക്കുകയും വേണം. അത്ര പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് എന്ത് ആവശ്യമുണ്ട്, എത്ര ആവശ്യമുണ്ട്, എപ്പോഴൊക്കെയാണ് ആവശ്യം, ഇതിലൊക്കെ ഒരു ധാരണയുണ്ടാവണം. അതിനാവശ്യമായ കണക്കുകൾ നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കുന്ന കണക്കുകൾ കൃത്യമായി പാലിക്കുകയും വേണം. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു ദിവസം എത്ര കലോറി ഊർജം വേണം, എത്ര ഗ്രാം പ്രോട്ടീൻ വേണം, എത്ര അളവ് കൊഴുപ്പുകൾ വേണം, അതിനൊക്കെ ശാസ്ത്രീയമായ കണക്കുകളുണ്ട്. ആ കണക്ക് കൂട്ടലിന് നമുക്ക് എത്ര കിലോഗ്രാം ഭാരമുണ്ടെന്ന് നോക്കണം. ഭാരം നോക്കാൻ ഒരു വെയിങ് മെഷീൻ വേണം, പേഴ്സണൽ വെയിങ് മെഷീൻ മതി. കൃത്യമായി ഉയരം നോക്കാനും ഒരു സംവിധാനം വേണം. അത് തുടക്കത്തിൽ ഒരിക്കൽ മാത്രം നോക്കിയാൽ മതി. ഈ ഉയരത്തിൻ്റെ കാര്യത്തിലുള്ളത് ഉയരം മീറ്ററിലായിരിക്കണം. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ BMI കാൽക്കുലേറ്റർ കിട്ടും. അതിൽ ഭാരവും ഉയരവും അടിച്ചു കൊടുത്താൽ ഒരു നമ്പർ വരും. ആ നമ്പറാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഈ ബോഡി മാസ് ഇൻഡെക്സ് ഒരു കണക്കാണ്. ഒരു മീറ്റർ സ്ക്വയറിൽ നമ്മുടെ ശരീരത്തിൽ എത്ര കിലോഗ്രാം ഉണ്ടെന്ന് അത് കാണിക്കുന്നു. അതുവെച്ച് നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് എത്രയാണെന്ന് കണക്കൂട്ടിയെടുക്കാം. നിലവിലുള്ള ഭാരത്തിൽ നിന്നും ഐഡിയൽ ബോഡി വെയ്റ്റ് കുറച്ചാൽ കുറയ്ക്കേണ്ട ഭാരം നമുക്ക് കണക്കാക്കിയെടുക്കാം. അല്പം കണക്കുകളൊക്കെ കൂട്ടിയാൽ എത്ര നാൾ കൊണ്ട് എത്ര കിലോ കുറയ്ക്കാം എന്നൊരു രൂപമുണ്ടാക്കാം. ശരീരഭാരം കുറയുന്നതിനനുസരിച്ച് പ്രമേഹവും കുറഞ്ഞു വരും. ഇനി അടുത്തതിൽ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി ഷെയർ ചെയ്യുക.